ദേവാലയത്തോട് അങ്ങേയറ്റം ആത്മാർത്ഥത കാണിക്കുകയും സഭയെ സ്നേഹിക്കുകയും ദേവാലയ ശുശ്രൂഷകളിൽ ആത്മാർത്ഥമായി പങ്കുചേരുകയും ചെയ്യുമ്പോഴും നിങ്ങളുടെ ഭവനത്തിൽ ഇങ്ങനെ ഒരു വേർപാടുണ്ടാകുമ്പോൾ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടായേക്കാം. എന്നാൽ നിങ്ങളോടുള്ള ഉത്തരം ഇതാണ്: എന്തെല്ലാം സങ്കടം ഉണ്ടായാലും, എന്തെല്ലാം വേദനകൾ ഉണ്ടായാലും ദൈവം നിങ്ങളെ മടക്കിക്കൊണ്ടുവരിക തന്നെ ചെയ്യും. ബഥാന്യ ഭവനം നമ്മളെ പഠിപ്പിച്ച ആദ്യത്തെ പാഠം ഇതാണ്. 2, അങ്ങനെ ഒരിക്കലും ഉണ്ടാകരുതെന്ന് ഇവർ ആഗ്രഹിച്ച ഒരു വലിയ സങ്കടം ഈ ഭവനത്തിനുണ്ടായി. എന്താണ് ഉണ്ടായത്? ലാസർ മരിച്ചു. തുടർന്നുള്ള വാക്യം യോഹന്നാന്റെ സുവിശേഷം മനോഹരാണ്. എഴുതി വെക്കുകയാണ്, ലാസർ ദീനമായി കിടന്നു എന്നറിഞ്ഞപ്പോൾ തന്നെ സഹോദരിമാർ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? സഹോദരിമാർ വസ്തുത കർത്താവിനെ അറിയിച്ചു. എന്റെ ഭവനത്തിന് ഒരു പ്രയാസം ഉണ്ടായപ്പോൾ, എന്റെ ഭവനത്തിന് ഒരു സങ്കടം ഉണ്ടായപ്പോൾ ഈ മാർത്തയും മറിയയും ചെയ്തത് ശ്രേഷ്ഠകരമായ ഒരു കാര്യം. അവർ എന്താ ചെയ്തതെന്ന് അറിയാമോ? ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടായപ്പോൾ വസ്തുത ചുറ്റുമല്ല പറയുന്നത്, വസ്തുത ദൈവത്തോട് പങ്കുവെച്ചു. ഇത് ആധ്യാത്മികതയിൽ നമ്മൾ പുലർത്തേണ്ടുന്ന ഒരു വലിയ പാഠമാണ്. നമ്മുടെ ജീവിതങ്ങളിലും വേദനകളും സങ്കടങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ മുഴങ്കാലം അടക്കുന്നത് എപ്പോഴാണ്? നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് എപ്പോഴാണ്? എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ ഒരു പ്രയാസം ഉണ്ടായാൽ ഞാൻ ആദ്യം എൻ്റെ കഴിവുകൊണ്ടും എൻ്റെ പ്രാപ്തി കൊണ്ടും അതിനെ നേരിടാൻ ശ്രമിക്കും. ആരോടും പറയാതെ, ദൈവത്തോട് പോലും പങ്കുവെക്കാതെ ഞാൻ എൻ്റെ കഴിവിലും എൻ്റെ പ്രാപ്തിയിലും വല്ലാതെ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും എങ്ങനെയെങ്കിലും ആരും അറിയാതെ അതിനെ അതിജീവിക്കാൻ ശ്രമിക്കും. ഒന്നുമൊക്കാതെ വരുമ്പോൾ, ഒരു വഴിയുമില്ലാതെ വരുമ്പോൾ അവസാനമാണ് നമ്മൾ ദൈവത്തെയും ദേവാലയത്തെയും ആശ്രയിക്കുന്നത്. നമുക്ക് തിരുത്താൻ പ്രിയമുള്ളവരെ, ജീവിതത്തിൽ എന്ത് പ്രയാസമാണെങ്കിലും, അത് ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ, എന്ത് പ്രയാസം ഉണ്ടായെങ്കിലും ആദ്യം നമുക്കത് ദൈവത്തോട് പറയാം. ദൈവസന്നിധിയിൽ മുഴങ്കാലം അടക്കാം. ദൈവത്തോട് പറയാം, തമ്പുരാനെ, ഇങ്ങനെ ഒരു പ്രയാസത്തിലൂടെയാണ് ഞാനും എൻ്റെ കുടുംബവും കടന്നു പോകുന്നത്, നീ ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. അങ്ങനെ കൂടെ ഇരുന്നാൽ പ്രശ്നം അങ്ങ് ഒഴിഞ്ഞു പോകുമെന്നൊന്നും പൂർണ്ണമായിട്ട് വിശ്വസിക്കണ്ട. പ്രശ്നങ്ങളൊക്കെ അവിടെ തന്നെ കാണും. എന്നാൽ നിങ്ങൾ ഓർത്തോ, ആ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ ദൈവം നിങ്ങളോട് കൂടെ കാണും. ഞാൻ ഇങ്ങനെ എവിടെയോ വായിച്ചിട്ടുണ്ട്. ഒരു ഭക്തനായ മനുഷ്യൻ പറയുകയാണ്, ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഈ മനുഷ്യനുണ്ടായി. ആ മനുഷ്യൻ നിരന്തരം ദൈവത്തോട്, ദൈവമേ, എനിക്ക് ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന് ആവർത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ ആ പ്രാർത്ഥനയെ അങ്ങ് തിരുത്തി. ആ മനുഷ്യൻ തൻ്റെ ജീവിതത്തിന്റെ സങ്കടത്തെ നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഹേ പ്രശ്നമേ, എനിക്കൊരു ദൈവമുണ്ട്. ദൈവമേ, എനിക്കൊരു പ്രശ്നമുണ്ടെന്നല്ല പറയുന്നത്, ഹേ പ്രശ്നമേ, എനിക്കൊരു ദൈവമുണ്ട്. ദൈവത്തോട് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ സങ്കടങ്ങളെ നേരിടാൻ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിക്കേ. ദൈവം കൂടെ ഉണ്ടെന്നേ, നിങ്ങൾ എന്തിനാ സങ്കടപ്പെടുന്നേ? ഹേ പ്രശ്നമേ, എനിക്കൊരു ദൈവമുണ്ട്. ഹേ പ്രശ്നമേ, എനിക്കൊരു ദൈവമുണ്ട്. ഇന്നു മുതൽ നമുക്ക് ദൈവത്തോട് പറയാം, ദൈവമുഖത്തേക്ക് നോക്കാം, എന്നിട്ട് പറയാം, ഹേ പ്രശ്നമേ, എനിക്കൊരു ദൈവമുണ്ട്. മാർത്തയും മറിയയും തൻ്റെ ജീവിതത്തിൽ ഒരു സങ്കടം ഉണ്ടായപ്പോൾ, തൻ്റെ ജീവിതത്തിൽ ഒരു പ്രയാസം ഉണ്ടായപ്പോൾ എങ്ങോട്ടും ഓടിപ്പോയില്ല, എങ്ങോട്ടും നോക്കിയില്ല. അവർ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. അവർ ദൈവത്തോട് കാര്യം പറഞ്ഞു, ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ ഭവനത്തിൽ ഇങ്ങനൊരു പ്രയാസമുണ്ട്, നീ കൂടെ നിൽക്കണം. നമുക്കും ദൈവത്തോട് പറയാം. പലവിധമായ സങ്കടങ്ങളുണ്ടല്ലോ, ഇതുവരെയായും ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാത്ത പല വിഷയങ്ങളും ദൈവസന്നിധിയിൽ മുഴങ്കാലം അടക്കാം. ദൈവത്തോട് പറയാം, ദൈവമേ, ഇങ്ങനൊരു പ്രശ്നമുണ്ട്, നീ എന്നോട് കൂടെ നിൽക്കണേ. പ്രിയഭവനം, ഇത് സങ്കടത്തിലൂടെ പോകുമ്പോൾ, ഏറെ വേദന ഉണ്ടാകുമ്പോൾ ദൈവസന്നിധിയിലെ നിങ്ങൾക്ക് ആശ്വാസമുള്ളേ. ഞങ്ങൾക്കൊക്കെ പറഞ്ഞു തരുന്നതിൽ പരിമിതിയുണ്ട്. എല്ലാവരും പോവും, ഈ ആൾക്കൂട്ടം എല്ലാം ഒഴിയും, പിന്നെ നിങ്ങൾ മാത്രമാകും. നിങ്ങളുടെ പിതാവിൻ്റെ വേർപാട് ആ സമയത്ത് നിങ്ങളെ വല്ലാതെ തകർക്കും. നിങ്ങളോട് എനിക്ക് പറയാനൊന്നും മാത്രമേ ഉള്ളൂ, ദൈവസന്നിധിയിൽ നിങ്ങൾ മുഴങ്കാലം അടക്കണം. ദൈവമുഖത്തേക്ക് നോക്കണം. ദൈവമുഖത്തേക്ക് നോക്കുമ്പോൾ തമ്പുരാൻ തുടർന്നും നിങ്ങളെ വഴി നടത്തും. 2 കാര്യം പറഞ്ഞു. ബഥാന്യ ഭവനം നമ്മെ പഠിപ്പിച്ച 2 കാര്യം. 1,
നമ്മുടെ ഭവനം നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, ആരാധനയുള്ളവരാണ് എന്ന് കരുതി നമ്മുടെ ജീവിതങ്ങളിൽ നിന്നും സങ്കടങ്ങളും വേദനകളും നീങ്ങിപ്പോകണമെന്ന് അർത്ഥം. സങ്കടങ്ങളൊക്കെ ഉണ്ടാകും, വേദനകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാൽ നിങ്ങൾ ഉറപ്പിച്ചു വെച്ചോ, എന്തെല്ലാം സങ്കടം ഉണ്ടായാലും എന്തെല്ലാം വേദന ഉണ്ടായാലും നിങ്ങൾ ദൈവത്തെ വിളിക്കുന്നവരാണെങ്കിൽ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാണെങ്കിൽ ദൈവം നിങ്ങളെ അതിൽ നിന്നും മടക്കിക്കൊണ്ടുവരും. 2 ബഥാനിയ ഭവനം നമ്മളെ പഠിപ്പിച്ചു. ജീവിതത്തിലൊരു പ്രയാസമുണ്ടായാൽ, ജീവിതത്തിലൊരു ആവശ്യം വന്നാൽ, ഒരു സങ്കടം ഉണ്ടായാൽ നമ്മൾ ആദ്യം ചെല്ലേണ്ടുന്ന ഇടം ദൈവത്തിന്റെ സന്നിധി. 3. അങ്ങനെ മാർത്തയും മറിയയും തങ്ങളുടെ ഭവനത്തിലുണ്ടായ സങ്കടം, പ്രശ്നം ദൈവത്തോട് പങ്കുവച്ചു. നമ്മൾ വായിക്കുന്നുണ്ട്, ബഥാനിയ ഗ്രാമത്തോട് ചേർന്ന് കർത്താവുണ്ട്, ശിഷ്യന്മാരുണ്ട്, എന്നാൽ കർത്താവ് വന്നില്ല. ലാസർ മരിച്ചു. ലാസറിനെ അടക്കം ചെയ്ത് കഴിയുമ്പോൾ കർത്താവ് വരാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ മാർത്ത കർത്താവിനോട് പറയുന്നുണ്ട്, നാറ്റം വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ പ്രിയമുള്ളവരെ, ഈ സംഭവം, ഈ ഭവനം നമ്മെ പഠിപ്പിക്കുന്ന 3ാമത്തെ ധ്യാനം, ദൈവത്തിന്റെ സമയത്തെ മാനിക്കാൻ ഞാനും നിങ്ങളും ശീലിക്കണം. ദൈവത്തിന്റെ സമയത്തെ മാനിക്കാൻ ഞാനും നിങ്ങളും ശീലിക്കണം. ഈ പുതിയ നിയമത്തിൽ, പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ ദൈവത്തിന്റെ സമയത്തിന് വല്ലാതെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഗ്രീക്ക് ഭാഷയിൽ 2 വാക്കുകൾ തന്നെയാണ് ഈ സമയത്തിന് ഉപയോഗിക്കുന്നത്. ഇവിടെ എല്ലാം ഉപയോഗിക്കുന്നത് ദൈവത്തിന്റെ നേരം എന്നതാണ്, ദൈവത്തിന്റെ ഹിതം എന്നതാണ്, ദൈവത്തിന്റെ ഇഷ്ടം എന്നതാണ്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാവുന്ന വലിയ നിരാശ, നമ്മൾ വിചാരിക്കുന്ന സമയത്ത്, നമ്മൾ ആഗ്രഹിക്കുന്ന നേരത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണമെന്ന്. എന്നാൽ വേദപുസ്തകം ആവർത്തിച്ച് നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മുടെ സമയമല്ല, ദൈവത്തിന്റെ സമയത്തെ മാനിക്കാൻ, കാത്തിരിക്കാൻ ഞാനും നിങ്ങളും ശീലിക്കണം. ദൈവത്തിനൊരു നേരമുണ്ട്, അതാണ് സമയം. ആ സമയത്തിന് വേണ്ടി പ്രത്യാശയോടെ, ഒരുക്കത്തോടെ കാത്തിരിക്കാൻ ഞാനും നിങ്ങളും ശീലിക്കണം. ഞാൻ ഒരിക്കൽ എവിടെയോ പറഞ്ഞിട്ടുണ്ട്, വില്യം കേറിയെ നമ്മൾ വായിച്ചിട്ടുണ്ട്. വില്യം കേറി ബർമ്മയിൽ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. 10 വർഷത്തിലധികം ബർമ്മയിൽ വില്യം കേറി ശുശ്രൂഷ ചെയ്തു. 10 വർഷത്തിലധികം. ഒരാളെ പോലും ക്രിസ്തു മാർഗത്തിലേക്ക് കൊണ്ടുവരുവാൻ വില്യം കേറിക്ക് സാധിച്ചില്ല. 10 വർഷം കാത്തിരുന്നു ഈ ഭക്തനായ മനുഷ്യൻ. 10 വർഷം, 10 വർഷത്തെ അലച്ചിൽ, 10 വർഷത്തെ കഷ്ടപ്പാട്, 10 വർഷത്തെ നിന്ന പരിഹാസം. തളർന്നു പോയില്ല ഈ ഭക്തൻ. 10 വർഷമായി നിരന്തരം കഷ്ടപ്പെട്ടതിന്റെ ഫലമായി 11ാമത്തെ വർഷം ഒരു മനുഷ്യൻ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ക്രിസ്തു മാർഗത്തിലേക്ക് വന്നു. ദൈവത്തിന്റെ സമയത്തെ മാനിക്കാനും, ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാനും, ദൈവത്തിന്റെ സമയത്തെ പ്രവൃത്തിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുവാനും എനിക്കും നിങ്ങൾക്കും സാധ്യമാകും. നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം അവസാനം നിരാശപ്പെട്ടു പോകുന്നതിന്റെ കാര്യം ഇത് തന്നെയാണ്. നമ്മൾ നമ്മുടെ സമയത്തിനും നമ്മുടെ ഇഷ്ടത്തിനും വല്ലാതെ പ്രാധാന്യം കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ സമയവും ഇഷ്ടവും അങ്ങ് നിരാകരിക്കപ്പെടുകയാണ്. തിരുത്താം, നമുക്ക് ദൈവത്തിന്റെ സമയത്തിനായിട്ട് കാത്തിരിക്കാം. അതെ, സഭ കാത്തിരിക്കുന്ന സമൂഹം, അവൈറ്റിംഗ് കമ്മ്യൂണിറ്റിയാണ്. ഓരോ പ്രാർത്ഥനയില്ലേ, കർത്താവേ നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു, നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഞങ്ങൾ കൊണ്ടാടുന്നു, നിന്റെ വരവിനായി നോക്കിപ്പാർക്കുന്നു. അതെ, അവൈറ്റിംഗ് കമ്മ്യൂണിറ്റിയാണ് സഭ. അതെ, ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ സമയത്തിനായി, ദൈവത്തിന്റെ പ്രവൃത്തിക്കായി നമുക്ക് കാത്തിരിക്കാം. ഞാൻ ഒരിക്കൽ ദാവീദിനെ പറ്റി പറയാൻ ശ്രമിച്ചപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞായിരുന്നു. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 13-ാം അധ്യായത്തിലോട്ട് വരുമ്പോഴാണ് ഈ ശമൂവേൽ പ്രവാചകൻ ദാവീദിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നത്. അറിയാമോ? 1 ശമൂവേൽ 13-ാം അധ്യായത്തിലോട്ട് വരുമ്പോഴാണ് ഈ ശമൂവേൽ പ്രവാചകൻ ദൈവത്തിന്റെ വാക്ക് കേട്ട് ഈ ദാവീദിനെ അഭിഷേകം ചെയ്യുന്നത്. അഭിഷേകം ചെയ്തു. എന്നാൽ രാജാവായി ദാവീദ് മാറുന്നത് ഏത് അധ്യായത്തിലാണെന്നറിയാമോ? 2 ശമൂവേൽ 5-ാം അധ്യായത്തിലാണ്. 1 ശമൂവേൽ 13-ൽ നിന്ന് 2 ശമൂവേൽ 5 വരെ ഏതാണ്ട് 15 വർഷത്തെ കാലയളവുണ്ട്. ഈ 15 വർഷം ദാവീദിന്റെ ജീവിതത്തിൽ നമുക്കറിയാം കഷ്ടതയുടെയാണ്.
അതുല്ലാം ഗുഹയൊക്കെ നമ്മൾ അവിടെയാ വായിക്കുന്നത്. കഷ്ടതയുടെയാ, അലച്ചിലിന്റെയാ, ഓട്ടത്തിന്റെയാ, സങ്കടത്തിന്റെയാ, പ്രാണഭയത്തിന്റെയാ. വാഗ്ദാനമുണ്ട്, അഭിഷേകമുണ്ട്, വാക്കുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ അത് നിവൃത്തീകരിക്കപ്പെടണമെങ്കിൽ ഒരു സമയവും ആവശ്യം. പ്രിയമുള്ളവരെ, ദൈവത്തിന് നിങ്ങളുടെ ഭവനത്തെ പറ്റി, നിങ്ങളെ പറ്റി ചില ഉദ്ദേശങ്ങളുണ്ട് കേട്ടോ. നിങ്ങളുടെ ഭവനത്തെ പറ്റി, നിങ്ങളെ പറ്റി ദൈവത്തിന് ചില ആഗ്രഹങ്ങളുണ്ട് കേട്ടോ. അത് നിവർത്തിക്കപ്പെടണമെങ്കിൽ, അത് സാധ്യമാകണമെങ്കിൽ ദൈവത്തിൻ്റെതായ സമയവുമുണ്ട്. കാത്തിരിക്കാം, നമുക്ക് കാത്തിരിക്കാം. ബഥാന്യ ഭവനം നമ്മെ പഠിപ്പിച്ച ഒന്ന് രണ്ട് ചെറിയ ചിന്തകളാണ് ഈ സന്ധ്യയിൽ നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കാൻ ശ്രമിച്ചത്. മാർത്തയുടെയും മറിയയുടെയും ലാസറിന്റെയും ഭവനം നമ്മെ പഠിപ്പിച്ച 3 ധ്യാനങ്ങൾ. ഒന്ന്, ഈ ബഥാന്യ ഭവനം നമ്മളെ പഠിപ്പിക്കുകയാണ് ദൈവത്തോട് ഇത്രയും ചേർന്നിരുന്ന, ദേവാലയത്തോട് ഇത്രത്തോളം ചേർന്നിരുന്ന, ദൈവത്തെ ഇത്രയും സ്നേഹിച്ച, ശുശ്രൂഷകളെ മാനിച്ച ഒരു ഭവനം. ആ ഭവനത്തിലാണ് ഇങ്ങനെ ഒരു സങ്കടവും വേദനയും ഉണ്ടായത്. നമ്മൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് ദൈവമേ ഇങ്ങനെ ഈ ഭവനത്തിന് തന്നെ ഒരു ദുരിതം ഉണ്ടായത്? നമ്മളെ ഭവനം പഠിപ്പിച്ചു, ഞങ്ങൾ ദൈവത്തോട് ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സങ്കടമൊന്നും ഉണ്ടാകാതിരിക്കണമെന്നില്ല. സങ്കടങ്ങളൊക്കെ ഉണ്ടാവും, വേദനകൾ ഉണ്ടാവും. എന്നാലും ഈ ഭവനം നമ്മളെ പഠിപ്പിച്ചു, എന്തെല്ലാം സങ്കടം വന്നാലും നിങ്ങൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ട്. അതാണ് പ്രാർത്ഥിക്കുന്ന ഭവനവും പ്രാർത്ഥിക്കാത്ത ഭവനവും തമ്മിലുള്ള വ്യത്യാസം. മനസ്സിലായോ? 2, ബഥാന്യ ഭവനം നമ്മളെ പഠിപ്പിക്കുകയാണ് ജീവിതത്തിലൊരു സങ്കടം ഉണ്ടായാൽ, ജീവിതത്തിലൊരു ആവശ്യം വന്നാൽ നിങ്ങൾ ആദ്യം എന്താ ചെയ്യുക? നിങ്ങളുടെ കഴിവ് കൊണ്ട്, നിങ്ങളുടെ പ്രാപ്തി കൊണ്ട്, നിങ്ങളുടെ സമ്പത്ത് കൊണ്ട് അതിനെ നേരിടാനും അതിജീവിക്കാനും ശ്രമിക്കുക. അവസാന ദൈവസന്നിധിയിൽ മുഴങ്കാലം അടക്കത്തുള്ളൂ. നമുക്ക് തിരുത്താം. എന്ത് പ്രശ്നം വന്നാലും നമുക്ക് ദൈവസന്നിധിയിൽ പോയി മുഴങ്കാലം അടക്കാം. ദൈവത്തോട് പറയാം, ഹേ പ്രശ്നമേ, എനിക്കൊരു ദൈവമുണ്ട്. 3, ഈ ഭവനം നമ്മളെ പഠിപ്പിച്ചു ദൈവത്തിന്റെ സമയത്തിനായി കാത്തിരിക്കണം. അതെ, വാക്കുണ്ട്, വാഗ്ദാനമുണ്ട്, അനുഗ്രഹമുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ അത് നിവൃത്തീകരിക്കപ്പെടാൻ ഒരു സമയം ആവശ്യം. അതിനായിട്ട് കാത്തിരിക്കാം. ഈ ഭവനത്തോടും എനിക്കത് തന്നെയാണ് പറയാനുള്ളത്. ദൈവത്തിൻ്റെ നടത്തിപ്പിനായി, ദൈവത്തിൻ്റെ സമയത്തിനായി നിങ്ങൾ കാത്തിരിക്കുക. ദൈവം നിങ്ങളെ വഴി നടത്തും, പ്രത്യാശയോടെ ജീവിക്കാൻ സഹായിക്കും. അപ്രകാരം ജീവിപ്പാൻ വലിയവനായ ദൈവം ഈ ഭവനത്തെയും നമ്മളെല്ലാവരെയും ഒരുപോലെ തുണയ്ക്കുകയും ചെയ്യുമാറാകട്ടെ. യേശുവോട് ചേർന്നിരിപ്പതെത്ര